വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സുധാകരൻ ഇപ്പോൾ ബ്രാഞ്ചിലാണ് പ്രവർത്തിക്കുന്നത്. ഇടക്കാലത്ത് വിശ്രമത്തിലായിരുന്ന സുധാകരൻ ഇപ്പോൾ വീണ്ടും സജീവമായതോടെ വിവാദങ്ങളിലും ഇടം നേടിയിരിക്കുകയാണ്. കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്താണ് വിവാദത്തിന് തിരികൊളുത്തിയത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ നിരവധി പരിപാടികളിൽ സജീവ സാന്നിധ്യമായ ജി സുധാകരൻ പല വേദികളിലും പരോക്ഷമായി സർക്കാരിനെയും പാർട്ടിയെയും രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സുധാകരന്റെ പല പ്രതികരണങ്ങളും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ സുധാകരൻ പല വിഷയങ്ങളിലും തന്റെ നിലപാടുകൾ പച്ചയായി തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം പെൻഷൻ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെയും സുധാകരൻ തുറന്നടിച്ചിരുന്നു. അമ്പലപ്പുഴ ഏരിയ സമ്മേളനം തന്റെ വീടിന് തൊട്ടരികിൽ നടന്നിട്ടും തന്നെ ക്ഷണിക്കാതിരുന്ന പാർട്ടി നേതൃത്വത്തോട് സുധാകരന് കടുത്ത വിയോജിപ്പുണ്ട്. കെ വി തോമസിന് വാരിക്കോരി ലക്ഷങ്ങൾ നൽകുന്നതിലും സുധാകരൻ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. മാത്രമല്ല പിണറായി വിജയന് മാത്രമുള്ള പ്രായത്തിന്റെ ആനുകൂല്യത്തിലും സുധാകരന് വിയോജിപ്പുണ്ട്. കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ പ്രത്യക്ഷപ്പെടുകയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ സുധാകരനെ വാനോളം പൊക്കുകയും ചെയ്തതോടെ ചില അപകടങ്ങൾ CPM ഭയക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ നല്ല ഇമേജുള്ള ഒരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ CPM നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ UDF പിന്തുണ നൽകുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമോ എന്നതാണ് CPM ഭയക്കുന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജി സുധാകരനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു. അന്നു മുതൽ ഒരു കൂടുമാറ്റം CPM മണക്കുന്നുണ്ട്. തുടർച്ചയായി 3 തവണ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ജി സുധാകരന് പക്ഷേ ഇത്തവണ CPM സീറ്റ് നൽകിയിരുന്നില്ല. H സലാമായിരുന്നു ജി സുധാകരന് പകരം CPM സ്ഥാനാർത്ഥിയായത്. 11,000 വോട്ടുകൾക്കാണ് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിരുന്ന M ലിജുവിനെ പരാജയപ്പെടുത്തിയത്. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരന്റെ കൂടുമാറ്റം മറ്റുള്ള മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള നീക്കം കോൺഗ്രസിൽ നിന്നും നടക്കുന്നുമുണ്ട്.